മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്. പൊതുജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ. ഞാൻ ഈ അടുത്ത സമയത്ത് 1-2 RT ഓഫീസുകളിൽ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഇരിക്കുന്നവർ വളരെ മോശമായി പബ്ലിക്കിനോട് പെരുമാറുന്ന, വളരെ അരഗൻ്റായ ആൻസർ, അതായത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കയർത്ത് സംസാരിക്കുക. ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം അതിനൊരു കടുത്ത ഭാഷ, അതിനൊരു കയർത്തുള്ളൊരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പൊതുജനങ്ങളാണ് നമ്മളുടെ യജമാനന്മാർ. അവർ നൽകുന്ന നികുതിയിൽ നിന്നാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത്. അതുകൊണ്ട് ദയവ് ഇത് മാന്യതയോടെ പെരുമാറുക. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു ഫയൽ തീർപ്പാക്കാൻ 1 മണിക്കൂർ പോലും വേണ്ട. തീരുമാനം യെസ് ഓർ നോ എന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കണം. യെസ് ഓർ നോ എന്നുള്ള തീരുമാനം എടുത്തിരിക്കണം. കാരണം വിദ്യാഭ്യാസമുള്ളവരാണ്, കഴിവുള്ളവരാണ്, പരിചയസമ്പത്തുള്ളവരാണ് ഉദ്യോഗസ്ഥർ. ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഒരു ഫയൽ തന്റെ മേശയ്ക്കകത്തോ തന്റെ കമ്പ്യൂട്ടറിലോ 5 ദിവസത്തിലധികം പിടിച്ചു വെച്ചാൽ അവരെ പിടിക്കപ്പെടും. പിന്നെ ഇനി വിജിലൻസിന്റെ പരിശോധന അത്തരത്തിലായിരിക്കും. ഇനി വരുന്ന സ്ക്വാഡിന്റെ പരിശോധന അത്തരത്തിലായിരിക്കും. കമ്പ്യൂട്ടർ തുറന്ന് നിങ്ങളുടെ ഫയൽ എത്ര ദിവസം, 5 ദിവസം കൂടുതൽ ഫയൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിയാതെങ്കിലും ഇരിക്കാൻ പാടില്ല. പോയിരിക്കണം. പോയില്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവും. 2 കാര്യങ്ങളാണ് ജനങ്ങളോട് വളരെ മാന്യമായിട്ട്, വളരെ മാന്യമായി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പൊതുജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ്. അവർ നൽകുന്ന നികുതിയിൽ നിന്നാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത്. ആ ഓർമ്മ നമുക്ക് വേണം. ഫയലുകൾ വെച്ച് താമസിപ്പിക്കാതിരിക്കുക. ഇത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടുള്ള ഒരു സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇതിനെതിരായി പ്രവർത്തിച്ചാൽ സ്നേഹം ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, നടപടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന ജനങ്ങളും മനസ്സിലാക്കണം, നിങ്ങൾ ഈ യജമാനന്മാരാണ്, പൊതുജനങ്ങൾ യജമാനന്മാരാണ്. സർക്കാർ ഓഫീസിലെ ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിയുടെ അടക്കം യജമാനന്മാരാണ്. ആ മാന്യത നിങ്ങളും പുലർത്തണം. വളരെ സ്നേഹത്തോടെ മര്യാദയായ ഭാഷയിൽ നിങ്ങൾ ചോദിക്കൂ. അവർ മര്യാദയില്ലാത്ത ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുക. എവിടെയാണ്, എന്താണ്, ഏത് ഓഫീസാണ് എന്നെല്ലാം നോക്കി പറയുക. നടപടി ഉണ്ടാകും.